ഫൈനലി അവർക്ക് ആ ബോധം വന്നു. കാരണം ഒഫീഷ്യൽ ട്രെയിലറായിട്ട് ബോസ് ഇതാ വന്നിരിക്കുന്നു ഗൈസ്. എത്ര കാലം എന്തെങ്കിലും അവിടെ അവിടെ കോക്കൊക്കെ കിടന്ന് വേറെ ലെവലാവുകയാണ്. മറ്റേ ആർ ഡി എക്സിൻ്റെ ആണെങ്കിൽ നീരജിൻ്റെ പാട്ട് ഭയങ്കര ഫേമസ്. ആ ഒരു രീതിയിൽ നീരജിൻ്റെ പാട്ട് ഭയങ്കര ഫേമസ്. പക്ഷെ ഞാൻ നോക്കുക ബോസിൻ്റെ സൈഡിൽ, ബോസ് ആൻഡ് കവറിൻ്റെ സൈഡിൽ ഒരു കാര്യം കാണുന്നില്ല. അങ്ങനെ ഒഫീഷ്യൽ ട്രെയിലർ ദേണ്ട് വന്നിരിക്കുന്നു ഗൈസ്. നമുക്ക് റിയാക്ട് ചെയ്യാം. എങ്ങനെയുണ്ടാവുന്നത് നമുക്ക് കാണാം. മാജിക് ഫ്രെയിംസ് ബോസ് ആർക്കും പിടി കൊടുക്കാത്ത ഒരു പെരുങ്കള രാമചന്ദ്ര ചോരശാസ്ത്രം പറയുന്നത് മോഷണം ഒരു കലയാണെന്ന്. നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാം. നമ്മളൊരു ചെറിയ മോഷണം നടത്താം. ചെറുത് ആൻഡ് ഹേസ്റ്റ്. ഇംഗ്ലീഷ് പറയാതിരിക്കോ പ്ലീസ്. വാട്ട്സ് ദ അജണ്ട? എന്താണ് പ്രോഗ്രാം? ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് $10 മില്യൺ. നിങ്ങൾക്ക് ആളൊന്നിന് $1 മില്യൺ വെച്ച് കിട്ടും. അപ്പോ നമ്മള് പോലീസ് പിടിക്കില്ലേ? ഹൈ റിസ്ക് ഹൈ റിട്ടേൺ. നമ്മുടെ ലക്ഷ്യം ഇന്ത്യൻ വ്യവസായ പ്രമുഖ അമർ മാധവ്. എനിക്ക് അമറിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഹാക്ക് ചെയ്യണം. മൊബൈൽ, ലാപ്ടോപ്പ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, സകലം. ഇതൊന്നും എനിക്കറിയില്ല. He's a very smart cookie. We need to crack his exact plan. ഈ മിഷനിൽ ഓരോ മിസ്റ്റേക്ക് മാറണം. അപ്പൊ വൻ ചാവൂ. ആരോ ചാവുന്നുണ്ട്. The boss. What's your plan? Let the finale begin. ഓ ട്രാൻസിഷൻ നല്ല രസമുണ്ടല്ലോ. ഓ വാഗ്നറോ നാട്ടുന്നുണ്ട്. വിനോദ കോനെ മോട്ടെ സിഐഡി ഓടിക്കോ. ഒന്ന് പിടിച്ചേ. ഓക്കെ, ട്രെയിലർ കണ്ടിട്ട് ഉള്ളൊരിത് വെച്ചിട്ട് കോമഡി പടമാണ്. ഒരു ഹേസ്റ്റ് ആ സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വരാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇത് നോർമലി ഇറക്കുന്ന പോലെയല്ല ഇവർ ഇറക്കുന്നത്. കോക്കിൻ്റെയും ആർ ഡി എക്സിൻ്റെയും ഇടയിൽ ഇറക്കുന്നത്. സോ ഈ പടത്തിന് നല്ലൊരു സ്റ്റോറി ഇല്ലെങ്കിൽ ഈ പടം അടപടലം പോവും, പൊട്ടിപ്പാളീസാവാൻ ചാൻസ് കൂടുതലുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇതാ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ പടം അടിപൊളി സ്റ്റോറി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, ഫണ്ണി ആണെങ്കിൽ ഇത് കിടിലായിട്ട് കയറും. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്, കയറാനും പ്രശ്നമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി ആവും വേണം. മറ്റേ കോക്കും ആർ ഡി എക്സും മോശമായാലും എല്ലാവരും ഇതിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. കാരണം എല്ലാവരും മാക്സിമം നോക്കുക കോക്കിലേക്ക് ഇരിക്കും. ഒരു നോർമലി ഒരു പടം കാണാനോ അല്ലെ ഓണത്തിനൊക്കെ ചില്ലാക്കി പടം കാണാനോ മിക്കതും കോക്കിലേക്കാണ് പോകാൻ ചാൻസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കെ ആണേ, കിങ് ഓഫ് കൊത്ത, അതിലേക്ക് പോകാനാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങോട്ട് പോകാൻ ചാൻസ്. ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഇതിലേക്ക് ഒരാൾക്ക് അതൊന്ന് മാറി ഇതിലേക്ക് ചാടാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ട്രെയിലറാണ് കുറച്ചും കൂടി അടിപൊളി. ഇത് ഒരു ഫണ്ണിയാണ്. പിന്നെന്താ പറയുക, കണ്ടോക്കാം, നമുക്ക് എന്താ പറയാൻ പറ്റില്ല. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കോക്ക് അടിപൊളിയായി കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ താഴാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഒരു തരത്തിലും ഹൈപ്പ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരെ പറഞ്ഞൊരു കാര്യം ആരും അറിയുന്നില്ല. ഈ ഒരു പടം പോസ്റ്ററിൽ എവിടെയെങ്കിലും കാണാമെന്നല്ലാണ്ട് ആരും അറിയില്ല. പക്ഷെ മറ്റ് പടങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞില്ലേ, എൻ്റെ മനെ കത്തി കയറാണ്. ഇത് ട്രെയിലറൊക്കെ ടീസർ എടുത്താണ് ഇറക്കിയത്. ട്രെയിലർ ഒക്കെ ഭയങ്കര ഇതെന്താ സംഭവം, എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ
നന്നാവട്ടെ, അടിപൊളി ആവട്ടെ. കാരണം നിവിൻ പോളി കുറേ ആയി ഒന്ന് പച്ച പിടിച്ചിട്ടില്ല. സോ അടിപൊളി ആവട്ടെ. പിന്നെ ഇപ്പോൾ DQവിൻ്റെ കാലമാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഓക്കെ, ഇവരെ സെറ്റായി പോട്ടെ. ഇതിലാണ് ഇവരെ ഇടയിൽ ഇട്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് കേട്ടോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ ട്രെയിലർ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.